നമുക്കിന്നൊരു അടിപൊളി മീൻ കറി വെച്ചാലോ? ഉച്ചയ്ക്ക് മീൻ കറിയും കൂട്ടി ചോറുണ്ണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഈ മീൻ ഏതാണെന്നറിയോ? ഇതിന് നത്തോലി എന്നാണോ പറയുക അതോ കൊഴുവാന്നാണോ പറയാമെന്നറിയില്ല. ഞങ്ങളധികം കൊഴുവാന്നാണ് പറയാറ്. പക്ഷേ ഇതിന് നത്തോലിയാണെന്നാണ് സംശയം. അറിയില്ല. എന്തായാലും നത്തോലിയാണെങ്കിലും കൊഴുവയാണെങ്കിലും ഇത് വറുത്താലും കറി വെച്ചാലും അടിപൊളി ടേസ്റ്റാട്ടോ. പക്ഷെ നന്നാക്കി എടുക്കാൻ നല്ല പാടാണ്. നന്നായി കഴുകി വെടുപ്പാക്കി ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ വാങ്ങാറുള്ളൂ. മീൻ നന്നായി വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം കല്ലുപ്പൊക്കെ ഇട്ട് ഉരച്ച് 2-3 പ്രാവശ്യം നന്നായി കഴുകി ക്ലീനാക്കി എടുക്കണം. അതൊരു പണിയാണ്. കഴുകി വൃത്തിയാക്കിയ മീനിൽ കുറച്ച് ഞങ്ങൾ കറി വയ്ക്കാൻ എടുക്കുള്ളൂ. അധികവും ഞങ്ങൾ വറക്കാനാണ് ഉപയോഗിക്കാറ്. ഈ മീൻ കറി മാങ്ങ ഇട്ട് വയ്ക്കാനാണ് നമ്മളിന്ന് വിചാരിക്കുന്നത്. മാങ്ങയും സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നാളികേരം പാലിൻ്റെ 2ാം പാലാണ് ആദ്യം ഒഴിക്കുക. ഫസ്റ്റ് പാല് നമ്മൾ മാറ്റി വയ്ക്കും. മീൻ കറി അടപ്പത്ത് വെച്ച് നന്നായി വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിക്കും. ഫസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പം മീൻകറി പിരിഞ്ഞു പോകും. അങ്ങനെ ഇതാ കറി ശരിയായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. കുറച്ച് ചെറിയ ഉള്ളി അതിനായി എടുത്ത് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. അത് ചീഞ്ചട്ടിയിലിട്ട് നന്നായി ഇളക്കി മുരിഞ്ഞ് വരുമ്പോൾ അത് കോരി നമ്മൾ ഈ മീൻ കറിയിലോട്ട് ഇടുക. അതും കൂടെ ചെയ്താൽ മീൻകറിയുടെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. അടിപൊളി മീൻകറി ഇവിടെ തയ്യാറായിരിക്കുന്നതാണ്. ഇനി നമുക്ക് അപ്പുറത്ത് ചട്ടിയിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട് വറക്കുന്നതിനായിട്ട്. ഉപ്പും മുളകും അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ കൊഴുവ അപ്പുറത്തിരിക്കുന്നുണ്ട്. അത് നന്നായി കുറച്ച് നേരം അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അത് നമുക്ക് നല്ല കുഴിയുള്ള ചീൻചട്ടിയിലിട്ട് നന്നായി മൊരിയിച്ച് വറക്കാം. ഈ ചീൻചട്ടി ചൂടായി വരുന്നുണ്ട്. കൊഴുവിടാം. കൊഴുവിട്ട് കൊടുത്ത് കുറേ സമയം പിടിക്കും. പിന്നെ മാറി നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രൈ പാനിലിട്ട് വറുത്താൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചീൻചട്ടി തന്നെ ഉപയോഗിക്കുന്നത്. ഈ ചീൻചട്ടിയിലിട്ട് നന്നായി മൊരിയിച്ച് വറുത്താലാണ് ചോറിന് കറുമുറ കടിച്ച് തിന്നാം. നല്ല ചൂടുള്ള കൊഴുവതേ വറുത്ത് ശരിയായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതും മീൻ കറിയും കൂടി ഒരു പിടി പിടിച്ച അടിപൊളിയായി ചോറുണ്ണാം. ഞാൻ അത്യാവശ്യത്തിന് ഡയറ്റ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും കുറേ കറികളാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് കറി ഇരിക്കുന്നുണ്ടായിരുന്നു. പരിപ്പും കുമ്പളങ്ങയും വെച്ചാൽ കടുകൊക്കെ പൊട്ടിച്ച് വെച്ച അടിപൊളി ഒരു കറിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇനി നമ്മുടെ മീൻ കറി ഇരിക്കുന്നത് നമ്മുടെ മീനും നത്തോലി മീനും ചാറും മാങ്ങയൊക്കെ കൂടി നമുക്കിതേ പാത്രത്തിലോട്ട് കോരി ഒഴിക്കാം. കാണുമ്പോൾ തന്നെ അടിപൊളി മഞ്ഞ കളറായിരിക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ? ഇനി നമുക്ക് കുറച്ച് വറുത്ത മീൻ എടുക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്ക് വറുത്ത മീൻ കഴിക്കുന്നത് അധികം നല്ലതല്ല. എങ്കിലും കൊതി കാരണമാണ് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇരുമ്പം പുളി അച്ചാറും കൂട്ടി നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണ് അടിപൊളിയാക്കാം. അപ്പോൾ ചോറും കറിയും എല്ലാം നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ. ടാറ്റാ.